ഹേ ഗൈസ്, എഗെയിൻ KL വണ്ടിയാണ്. നിങ്ങളെന്നെ കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും പുറത്ത് വരാല്ലേ. ഇതുകൊണ്ട് ഇങ്ങനെയും കുറേ പ്രയോജനങ്ങളുണ്ട്. ഓക്കെ, ചുമ്മാ ഒന്ന് കാണിച്ചത്. അപ്പം കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ യൂസർ റിവ്യൂ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പം വണ്ടി എടുത്തിട്ട് ഏകദേശം 2800 അടുപ്പിച്ച് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസർ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ പറ്റിയില്ല. കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മളിത് വണ്ടി എടുക്കുന്നത് നവംബർ 13 2025 ഇപ്പം ഇന്നിപ്പം ഡേറ്റ് ഫെബ്രുവരി 9, 2026. അപ്പോൾ ഏകദേശം ഒരു 3 മാസം അടുപ്പിച്ചായി നമ്മൾ വണ്ടി എടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചതെല്ലാം കൂടുതൽ ലോങ് ആയിരുന്നു. മിനിമം ഒരു 75 കിലോമീറ്റേഴ്സ് വരുന്ന രീതിയിലായിരുന്നു ഞാൻ ഓടിച്ചതെല്ലാം, വൺ സൈഡേ. ഓക്കെ, ഇപ്പം മൊത്തത്തിൽ ഏകദേശം ഒരു 2800 ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സർവീസ് 1 മന്തിൽ തന്നെ ചെയ്തു. നമുക്ക് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മന്ത് ആയിരുന്നു. പക്ഷേ നമുക്ക് 1000 കിലോമീറ്റർ ഒന്നും ആയില്ല. നമുക്ക് ഏകദേശം ഒരു 650 അങ്ങാണ്ടായതേ ഉള്ളൂ. അപ്പോൾ 1 മന്ത് ആയപ്പോഴേക്കും നമ്മളുടെ ഫസ്റ്റ് സർവീസ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് സർവീസിനായത് 2360 രൂപയായിരുന്നു. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് 100 റുപ്പീസ് മാത്രമേ സർവീസ് കോസ്റ്റ് ഉള്ളൂ. ബാക്കി വന്ന് നമുക്ക് 2260 രൂപ എന്ന് പറയുന്നത് ഞാനിതിൻ്റെ അണ്ടർ ബോഡി എടുത്ത സമയത്ത് ചെയ്തിട്ടില്ലായിരുന്നു. അത് ഫസ്റ്റ് സർവീസിൻ്റെ സമയത്താണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ 2260 രൂപ ആയിട്ടുണ്ട്. അല്ലാതെ ഫസ്റ്റ് സർവീസിന് ജസ്റ്റ് 100 രൂപ ആയതേ ഉള്ളൂ. വേറെ ചിലവുകളൊന്നും അന്നേരം ആയിട്ടില്ല. അന്നേരം അവർ ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും അങ്ങനെ നമുക്ക് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം നമുക്ക് ഉള്ള യൂസേജിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ നിഫിൻ പ്രോയുടെ വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ആദ്യത്തെ ഒരു 3 ദിവസത്തെ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു, ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യത്തിനകത്തൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ ചെയ്താലേ അത് കറക്റ്റ് ആവത്തുള്ളൂ എന്നുള്ളത് കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു 2500 കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു യൂസർ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കുറച്ച് വൈകിയത് നമ്മുടെ യൂസർ റിവ്യൂ ഇറങ്ങാനായിട്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ കാര്യങ്ങളിലോട്ടൊക്കെ അകത്ത് പോയിട്ട് പറയാം കേട്ടോ. ഇവിടെ മൊത്തം ഭയങ്കര നോയ്സ്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് ഓരോന്നായിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ 360 ഡിഗ്രി ക്യാമറ. ഇത് ടോപ്പ് എൻ്റെ മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട്, ബാക്ക്, സൈഡ് ക്യാമറാസ് എല്ലാം വരുന്നുണ്ട്. അപ്പം നമുക്ക് 360 ഡിഗ്രി വ്യൂ ഉണ്ട്. നമുക്ക് പാർക്കിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഒത്തിരി എടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എടുത്തിട്ട് പ്രാവശ്യം നമുക്ക് പൊന്മുടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഫാമിലി പാക്റ്റായിട്ടാണ് പോകുന്നത്. ഞാനുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്, 2 കസിൻസ് ഉണ്ട്, അമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പേരും കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പാർക്കിംഗ് ഏരിയയിൽ പാർക്കിംഗ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കുന്നിൻ്റെ അപ്പുറത്തോട്ടാണ്, പോയവർക്കറിയാം. അവിടെ ഹില്ലിലൂടെ അങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെ കുറച്ച് വണ്ടികൾ ഇങ്ങനെ നിരത്തി പാർക്ക് ചെയ്യും ആ സൈഡിലായിട്ട്. അപ്പോൾ പാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ 2 വണ്ടികൾ തമ്മിൽ കഷ്ടിച്ചൊരു 30 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് ഇടത്തില്ല. ആ രീതിക്കാണ് നമ്മളെ കൊണ്ട് പാർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിലും ബാക്കിലുള്ള വണ്ടികൾ 2 മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ സാധനം ഞാൻ അന്നേരം ഓട്ടിച്ച് ലൈക്ക് നമ്മൾ എടുത്തിട്ട് ഉടനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അധികം നാൾ ഈ സാധനം കയ്യിലോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ വണ്ടി ആ ഒരു ആദ്യത്തെ ഒരു ഇതുണ്ടല്ലോ, ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ടൈറ്റ് സ്ഥലത്ത് നിന്ന് അത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷേ ആ 360 ഡിഗ്രി ക്യാമറ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പാടുകളൊന്നുമില്ലായിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് സൈഡെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻ നോക്കി ഒരു പ്രശ്നമില്ലാതെ എനിക്കത് പുറത്തെടുക്കാൻ പറ്റി. അപ്പം ഈ ഒരു 360 ഡിഗ്രി ക്യാമറയ്ക്കകത്ത് ആക്ച്വലി ഒരു ബഗ്ഗുണ്ട്. ചില സമയത്ത് ഇതിൻ്റെ ഡേറ്റ കറക്റ്റായിട്ട് ഇത് മോണിറ്ററിൽ വരത്തില്ല, ഫുള്ളി ബ്ലാങ്ക് ആയിരിക്കും. ഇത് എനിക്ക് ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏതോ ഒരു സൈഡിലെ ക്യാമറ മാത്രമാണ് എനിക്കങ്ങനെ ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുള്ളത്. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ അമ്മയും പപ്പയും കൊണ്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എവിടെ ചെന്നിട്ട് റിവേഴ്സ് എടുക്കാൻ നിന്നപ്പോഴത്തേക്ക് ടോട്ടലി 4 ക്യാമറയും ഡേറ്റ ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അവർക്ക് അന്നേരം ഒരു പച്ച സ്ക്രീനാണ്. ഞാൻ അവിടെ ഇമേജ് എനിക്ക് അയച്ചു തന്നത് അവിടെ ഇട്ടേക്കാം. അപ്പം അത് ഇടയ്ക്കൊരു പ്രാവശ്യം വന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് അത് റിവേഴ്സ് ഇട്ടപ്പോഴാണ് വന്നത്. അത് ജസ്റ്റ് പാർക്കിലോട്ട് ഇട്ടു, പിന്നെ ഒന്നും കൂടെ ഇട്ടപ്പോഴത്തേക്ക് അത് മാറി, വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളത്. അപ്പോൾ ചെറിയ ചെറിയ ബഗ്സ് ക്യാമറയ്ക്കകത്ത് കാണുന്നുണ്ട്.
അപ്പം ഓൾറെഡി എനിക്കൊന്ന് മോട്ടറിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിലായിരുന്നു. അവർ ടെസ്റ്റ് ചെയ്ത സമയത്ത് സുസുക്കിയിൽ ഒരിക്കലും ഇല്ലാത്ത കണക്ക് ബഗ്സ് കാണുന്നു എന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ഫസ്റ്റ് ഇഷ്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഇത് കണക്ക് പച്ചയും നീലയൊക്കെ കാണിക്കും, ഡേറ്റ വരില്ല. അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രണ്ടാമത്തെ ഇഷ്യൂ വരുന്നത് നമ്മൾ വാങ്ങിച്ച് ഏകദേശം 2 വീക്സ് ആയപ്പോഴാണ് ആക്ച്വലി ഈ രണ്ടാമത്തെ ഇഷ്യൂ നമുക്ക് വരുന്നത്. അതായത് നമ്മുടെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ട് ആയിപ്പോയി. അതെങ്ങനെ ഡ്രെയിൻ ഔട്ട് ആയെന്നുള്ളത് ഒരു പിടുത്തമില്ല. നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. 3 ആഴ്ചയും കൊണ്ടായപ്പോഴാണ്, 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്, സോറി മാറിപ്പോയി. കാരണം നമ്പർ പ്ലേറ്റ് ഇട്ടിട്ട് 2 ആഴ്ചയായിരുന്നു. നമുക്ക് നമ്പർ പ്ലേറ്റ് ഇട്ടുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പം ഏകദേശം 1 മന്തിന് ശേഷം വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതായിരിക്കും കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ്. കാരണം അതുവരെ നമുക്കങ്ങനെ അധികം ഓട്ടം ഇല്ല വണ്ടിക്കകത്ത്. അപ്പം ഡെയിലി വണ്ടി എടുക്കുന്നില്ല. കാരണം ഞാൻ ഇവിടെ ഇല്ല, ഓൾറെഡി 2 വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു വണ്ടിയായിരിക്കും മിക്കവാറും. ചെറിയ വണ്ടിയാണ് ലോക്കൽ ഓട്ടത്തിനെല്ലാം പോകുന്നത്. നമുക്കിത് ലോങ് എന്തെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വലിയ സാധനങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി പേരെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഡെയിലി മിക്കവാറും കൊച്ചു വണ്ടിക്കാണ് ഓട്ടം വരുന്നത്. നമ്മൾ ഇത് അങ്ങനെ എടുക്കുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഏതോ കല്യാണത്തിന് കണ്ട് പോകാനായിട്ട് വന്നപ്പോഴത്തേക്കുണ്ട് ഇതിൻ്റെ കീ പോലും വർക്കാവുന്നില്ല, കീ ഫോബ് പോലും വർക്കാവുന്നില്ല. അപ്പോൾ ഉടനെ മാരുതിയുടെ സർവീസ് സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് അന്ന് ചെയ്തു തരുന്ന രാഹുലിനാണ് ഞാൻ വിളിച്ചത്. രാഹുലിനെ വിളിച്ചപ്പോൾ ഓൾറെഡി മറ്റേ റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് അവർ വിളിച്ച് പറഞ്ഞു. അവർ നേരെ വന്ന് ബാറ്ററി ഊരി കൊണ്ടുപോയി ചാർജ് ചെയ്ത് തിരിച്ചുകൊണ്ടെന്ന് വെച്ചു. അതിനകത്ത് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. പക്ഷേ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായത് കാരണം പ്രതീക്ഷിക്കാതെ, കാരണം നമ്മൾ വണ്ടി എടുക്കാതെ ഇട്ടിരുന്നതുകൊണ്ടാണ് ആക്ച്വലി അങ്ങനെ ഉണ്ടായത്. പിന്നെ അതിനുശേഷം വേറെ ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഇപ്പോൾ അതുകൊണ്ട് ഡെയിലി 1-2 കിലോമീറ്റർ അങ്ങനെ വെറുതെ നമ്മുടെ സ്വന്തം വീട്ടിലോട്ടെങ്കിലും പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ആക്ച്വലി വാടക വീട്ടിലാണ്. ഓക്കെ, അതിൻ്റെ കഥ ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം, അതെന്താ സംഭവം എന്നുള്ളത്. അതെന്തായാലും ഞാൻ ഉടനെ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഇപ്പോൾ ഡെയിലി ഒരു 2 കിലോമീറ്റർ എങ്കിലും മിനിമം വണ്ടി ഓട്ടിക്കുന്നുണ്ട്. വണ്ടി ഒന്ന് അനക്കിയിടും എന്തായാലും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് 8ൻ്റെ പണി കിട്ടും. അപ്പം ബാറ്ററി ഡ്രെയിനിങ് ഒരു ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ ഇത് നെഫി പ്രോയുടെ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ആദ്യത്തെ ഇമ്പ്രഷൻ ഞാൻ വീഡിയോയ്ക്ക് പറഞ്ഞു തരികയാണ്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയെ പറ്റിയിട്ട് ഇതിനകത്ത് വരുന്നത് ഇൻഫിനിറ്റി ബൈ ഹാർമൻ്റെ സ്പീക്കേഴ്സാണ്. 8 സ്പീക്കർ സിസ്റ്റം വരുന്നത്. സബ് വൂഫറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു പഞ്ചിനെസ് കുറവാണെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ആക്ച്വലി പഞ്ചിനെസ് ഉണ്ട്, അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഈ വീഡിയോയ്ക്ക് തന്നെ അത് പറയുന്നുണ്ട്. ഇതിനകത്തൊരു ഇക്വലൈസർ പ്രോപ്പർലി അവർ കൊടുത്തിട്ടില്ല. അതായത് എനിക്കിപ്പോൾ ട്രബിളോ ബാസോ ഏതെങ്കിലും ഒരെണ്ണം പർട്ടിക്കുലർലി കൂട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു ഓപ്ഷനില്ല. ഇവരൊരു 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിന് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അതൊരു ഭയങ്കര പന്നപ്പരിപാടിയായി. അത് അവർക്കൊരു അപ്ഡേറ്റ് ആയിട്ടെങ്കിലും ഇതിനകത്ത് തരാവുന്ന കാര്യമാണ്. അവരെന്തെങ്കിലും തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതൊരു ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക്. കാരണം ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഒന്ന് ബാസ് കൂട്ടാനുള്ള ഒരു ആഗ്രഹം വരും. കാരണം സബ് വൂഫർ എന്തായാലും ഇരിപ്പുണ്ടല്ലോ, അതിനൊന്ന് പ്രയോജനപ്പെടുത്തണ്ടേ. അതിനുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നില്ല. ആ ബാസിൻ്റെ ഒരു കൂട്ടാൻ എനിക്ക് ചില പാർട്ടുകൾ ഓക്കെ. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ സൗണ്ട് സിസ്റ്റത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയത്തില്ല. അത് ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതെന്താണ് നേരത്തെ മാറ്റി പറഞ്ഞിരുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വരുന്നത് ഗിയർ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഏത് ഗിയറിലാണ് കിടക്കുന്നതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ എത്തി നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ട്, അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലാതെ നമ്മുടെ ഗിയർ സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് ആക്ച്വലി വേറെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതാണ് ഗിയർ, സെലക്റ്റഡ് ഗിയറാണെന്ന് കാണിക്കാനുള്ളൊരു ഇൻഡിക്കേഷൻ ഇല്ല. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഒരു പ്രാവശ്യമല്ല, ആക്ച്വലി 2 പ്രാവശ്യം പറ്റി. വണ്ടി ഒരു പ്രാവശ്യം റിവേഴ്സിൽ കിടന്നു. ഞാൻ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടി കാലെടുത്ത് കൊടുത്തു, വണ്ടി നേരെ ഒറ്റയടിക്ക് ബാക്കിലോട്ട് പോയി. എന്താ പറ്റുക? എന്തായാലും ഭാഗ്യത്തിന് ബാക്കിൽ വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് അതിനെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് ഇടിച്ചു കയറിയാണ്. ആ രീതിയിലായിപ്പോയി. ഞാൻ കാല് കൊടുത്തതും ഫ്രണ്ടിലോട്ട് പോകാൻ, ചില റീലിനകത്തൊക്കെ കാണിക്കുമല്ലോ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് ആക്സിഡൻറ്റ് കൊടുത്ത് ബാക്കിലോട്ട്. ഇത് പക്ക അതേ കണക്ക് തന്നെ നടന്നു എനിക്ക്. നമ്മൾ മറ്റല്ല മാനുവൽ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമില്ല, വണ്ടി ഗിയർ ഏതാണെന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് പിടിച്ചിടുന്നല്ലേ ഉള്ളൂ. എങ്ങനെയാണ് അത് റിവേഴ്സിലായിപ്പോയി. ഒരു പ്രാവശ്യം റിവേഴ്സിൻ്റെ അബദ്ധം പറ്റുള്ളൂ. പിന്നെ എനിക്ക് മിക്കവാറും പറ്റുന്നത് ഡ്രൈവും മാനുവലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ചിലപ്പോൾ നമ്മൾ ഇടുന്നവരേക്ക് ചിലപ്പോൾ അത് മാനുവലിനകത്തായിരിക്കും വരുന്നത്. അപ്പം ഗിയർ മാറില്ല. ഒന്ന് ഇരഞ്ഞ് നിൽക്കുമ്പോഴേക്കും നമ്മൾ നോക്കുന്നത് ഓക്കെ ഇത് M1 ആണ്. നമ്മൾ MIDയിലോ അല്ലെങ്കിൽ ഹെഡ്സപ്പിലോ നോക്കുമ്പോഴായിരിക്കും അത്
മാനുവലിലാണ് കിടക്കുന്നതെന്നുള്ള ബോധം വരുന്നത്. അന്നേരം പിന്നെ ഡ്രൈവിലോട്ട് തട്ടിയിട്ട് മാറും. ഈ റിവേഴ്സിൻ്റെ കാര്യം എനിക്ക് ഒരു പ്രാവശ്യം പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഒരു ഇഷ്യൂ. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു എന്തെങ്കിലും ഒരു അടയാളമോ ലൈറ്റോ സംതിങ് എന്തെങ്കിലും ഒന്ന് കൊടുക്കാമായിരുന്നു. അത് കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഓക്കെ, പിന്നെ വരുന്നതാണ് സീറ്റ് വെൻറ്റിലേഷൻ്റെ സൗണ്ട്. ഞാൻ ഇത് ആക്ച്വലി ഇട്ട് കാണിച്ചുതരാം കേട്ടോ. നിങ്ങൾക്കിപ്പം ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് എ സിയുടെ സൗണ്ടാണ്. ഇതിപ്പോൾ കുറേ നേരമായിട്ട് വണ്ടി ഞാൻ ഓഫാക്കിയിട്ടിരുന്നുകൊണ്ട് ആ ഒരു ഇത് എത്തിക്കാനുള്ള ഒരു സെക്കൻഡ് അതിനിടയ്ക്ക് എഫ് എം കയറി വന്നതാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഇത് സ്പീഡിലായിരിക്കും ആക്ച്വലി എ സി വർക്ക് ചെയ്യുന്നത്. കാരണം ഇതൊന്ന് ആവാനായിട്ട് ക്യാബിനൊന്ന് കൂളാക്കാനായിട്ടുള്ള ആദ്യത്തെ ഒരു, കാരണം ഓട്ടോയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ടെമ്പറേച്ചറിൽ എത്തിക്കാനുള്ള ആദ്യത്തെ ഒരു ചെറിയ ഇതുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് എ സി ഭയങ്കരമായിട്ട് കൂളാവും. ഇപ്പോൾ ആദ്യമേ നല്ല ഏകദേശം പകുതി സ്പീഡിലാണ് ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോ ആയതുകൊണ്ട് തന്നെ നല്ല കുറഞ്ഞ് നല്ല ഒരു ഭയങ്കര ക്വയറ്റ്. പറയാനുള്ളത് ആക്ച്വലി സീറ്റ് വെൻറ്റിലേഷൻ്റെ ഇതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഇത് എ സിയുടെ സൗണ്ടാണ്. കേൾക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തായാലും ഇട്ട് നോക്കാം. ഓക്കെ, ഇപ്പം സീറ്റ് വെൻറ്റിലേഷൻ ഇട്ടിട്ടുണ്ട്. ഈ എ സിയും കേട്ടി ആക്ച്വലി എനിക്ക് കേൾക്കുന്നത് ഈ ബാക്കിൽ നിന്നുള്ള കൂളിംഗ് ഒക്കെ അടിപൊളിയാണ്, അത് ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ ഈ സീറ്റ് വെൻറ്റിലേഷൻ്റെ സൗണ്ട് അത്യാവശ്യം നല്ല രീതി നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് അത്യാവശ്യം ലൗഡായിട്ട് തന്നെയാണ് അതിൻ്റെ ഫാൻസ് എല്ലാം വരയ്ക്കുന്നത് ഈ സീറ്റിൻ്റെ അടിയിലുള്ള. അപ്പോൾ അത് കുറച്ച് സൈലൻ്റ് ആക്കാൻ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, വേറെ കംഫർട്ടിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നും, അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എനിക്ക് വേറെ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു അരോചകം. ഓക്കെ, ഈ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും. കാരണം നമ്മൾ പാട്ടിട്ട് കഴിഞ്ഞാലും എ സി ഒക്കെ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനം എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം സീറ്റ് വെൻറ്റിലേഷൻ കിടക്കുന്നിടത്തോളം അതിങ്ങനെ സൈലൻ്റ് ആയിരിക്കും. അതിപ്പോൾ ഞാൻ ഏറ്റവും കുറച്ച് ചെറിയ പോയിന്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ സൗണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പിന്നുള്ളൊരു ഇഷ്യൂ, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഇഷ്യൂ വരുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഇഷ്യൂ ഞാൻ പറയാം. ഈ വണ്ടിക്ക് അലക്സ സപ്പോർട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ വണ്ടിക്ക് അറിയില്ല ഈ വണ്ടിയുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. അലക്സ, ഓപ്പൺ സൺറൂഫ്. Your vehicle doesn't support that. യുവർ വെഹിക്കിൾ ഡസൻറ്റ് സപ്പോർട്ട് ദാറ്റ്. സൺറൂഫ് ഉണ്ട്, പക്ഷെ വണ്ടിക്ക് അലക്സയ്ക്ക് അറിഞ്ഞൂടാ വണ്ടിക്ക് സൺറൂഫ് ഉണ്ട്. ഒന്നും വിളിച്ചില്ല, മിണ്ടായിരുന്നാൽ മതി. ഓക്കെ, അപ്പം കൊച്ചിന് അറിഞ്ഞുകൂടാ സൺറൂഫ് ഉള്ള കാര്യം. അപ്പോൾ അതൊരു കംപ്ലൈൻറ്റ് എടുക്കും. അത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, അതവർക്ക് ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഈ സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ഇഷ്യൂസ് അല്ലാതെ വേറെ അങ്ങനെ മെക്കാനിക്കലി ഒന്നും ഇഷ്യൂസൊന്നും എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം പക്കയായിട്ട് തന്നെ ഇതിന് അവർ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ബേസിക് മാരുതിയാണല്ലോ, അതുകൊണ്ട് ആ റിലയബിലിറ്റിയുടെ ഫാക്ടർ ഉണ്ട്. അത് വേറെ ഈ ഒരു പുതിയ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതിനകത്തുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. വേറെ ഒന്നിനകത്തും വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള നെഗറ്റീവ്സ്. ഇനി നമുക്ക് പോസിറ്റീവ്സിലോട്ട് വരാം. ഓക്കെ, അപ്പം ഇത് എടുത്തതിന് ശേഷം ഒരു പുതിയ വണ്ടികളുടെ ഒരു ലോഡ് നിര തന്നെയാണ് ഇറങ്ങിയത് ആക്ച്വലി. ഓക്കെ, നമ്മുടെ ടാറ്റയുടെ സിയറ, അത് കഴിഞ്ഞ് സെൽറ്റോസിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ്, MG ഹെക്ടറിൻ്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അവരെന്തായാലും ആ വില കുറച്ച് 18 ലക്ഷത്തിലൊക്കെ കൊണ്ടുവരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നു? ഹാരിയറിൻ്റെ കോമ്പറ്റീഷനാണ്, അവരതിനെ അത്രയ്ക്ക് വില കുറച്ച് കളഞ്ഞു. സാധനം വിൽക്കണമല്ലോ, ആ ഒരു സാധനം അങ്ങനെ ആ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് കൊണ്ടുവന്നു. എല്ലാത്തിനും പുതിയ ഫേസ് ലിഫ്റ്റുകൾ വരുന്നു. ആ ഒരു ലൈക്ക് ഇത് ഇറങ്ങി ഒരു ഇപ്പം ഡസ്റ്ററും വന്നിട്ടുണ്ട് 26-ാം തീയതി. പിന്നെ ഞാൻ ഹാപ്പിയാണെന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടുള്ള രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്കത് വേണമായിരുന്നു എന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, ടാറ്റ വണ്ടികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ അതിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഒരിക്കലും ടാറ്റ എത്രയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സ്റ്റേജിൽ ഞാൻ പ്രിഫർ ചെയ്തില്ല. മേ ബി ഒരു 10 years കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവരുടെ സർവീസ് സെൻറ്റർ മെച്ചപ്പെടുന്നൊരു സമയത്തായിരിക്കും ഞാൻ ചിലപ്പം ടാറ്റ പ്രിഫർ ചെയ്യുന്നത്. അല്ലാതൊരു കാരണവശാലും ടാറ്റയ്ക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ നോക്കും, പക്ഷേ എന്തായാലും ഞാനത് പ്രിഫർ ചെയ്യില്ല. ഓക്കെ, പിന്നെ സെൽറ്റോസിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ പുതിയ ഡിസൈൻ ഒട്ടും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല കേട്ടോ. ആ ഫ്രണ്ടിലത്തെ ഒരു ഡിജിറ്റൽ ടൈഗർ നോസ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഐ പ്രിഫർ ദ ഓൾഡർ ജനറേഷൻ. ആക്ച്വലി അതിൻ്റെ ഒരു സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു SUV ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്, ഡിസൈനാണ്. ഓക്കെ,
അല്ലാതെ ഡയമെൻഷൻസ് വൈസ് ഒക്കെ അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എസ്പെഷ്യലി അതിൻ്റെ അത് ഇൻറ്റീരിയറിനകത്ത് ആ ഹെഡ് ഡ്രസ്സിൻ്റെ ഒക്കെ ഡിസൈൻ വരുന്നുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ അതിൻ്റെ റിയൽ വേൾഡ് മൈലേജിൻ്റെ ഫിഗേഴ്സ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ആയിരുന്നു, ഞാൻ ഇവിടെ കാണിച്ചേക്കാം. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കൂടി ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് പെട്ടെന്ന് പെട്രോൾ തീരുന്നല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നിയിരുന്നു. ഞാൻ ബൈക്കോട്ട് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ. കാരണം മറ്റേത് മാരുതി 800-നകത്തൊക്കെ ഞാൻ 2000 രൂപ അടിച്ചിട്ട് രാജാവിനൊക്കെ കൂടുമായിരുന്നു. ആ സമയത്ത് ഞാനിതിനകത്ത് 4500 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞിട്ട് ആകെപ്പാടെ 2-3 ദിവസം നിൽക്കാനായിരിക്കും ഞാൻ നാട്ടിലോട്ട് വരുന്നത്. അപ്പം അതിനിടയ്ക്ക് വെച്ച് തന്നെ ഞാൻ 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഫുൾ ടാങ്ക് അടിക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്നു. ഞാൻ അന്നേരം ആലോചിച്ചു, ദൈവം ഇതെന്താ ഇങ്ങനെ കുടിച്ചു തീർക്കുന്നത്, ബാക്കി വണ്ടികളുടെ മൈലേജ് അറിഞ്ഞപ്പോഴാണ് എനിക്കൊരാശ്വാസം, ഭാഗ്യം ഉള്ളതിൽ ഭേദം ഞാൻ തന്നെ ആണല്ലോ. അപ്പം അതങ്ങനെ. അപ്പം ഇതിന് ഏകദേശം എനിക്ക് സിറ്റിയിൽ തന്നെ 14-15 എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഹൈവേയിൽ കയറി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 18-19 എങ്ങനെ പോയാലും എനിക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അതിൽ കൂടുതലുണ്ട്. പിന്നെ വേറെ വലിയ കാര്യങ്ങളൊന്നും മീൻസ് ഈ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊന്നും ഇടാതെ തന്നെ ഞാൻ ഓട്ടിക്കുമ്പോൾ തന്നെ ഞാൻ അത്രയും ചവിട്ടിയൊന്നുമല്ല ഓട്ടിക്കുന്നുണ്ട്. ഞാൻ ഒരു 80-90 വരെയൊക്കെ ഞാൻ കയറുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ 90ക്ക് മുകളിലോട്ട് ഇന്നേ വരെ ഞാൻ കയറിയിട്ടുമില്ല. അപ്പം മൈലേജിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. കാരണം ഇനിയിപ്പം വേറെ വണ്ടികൾക്കൊന്നും ഇതിൽ കൂടുതൽ മൈലേജ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഹൈബ്രിഡ് എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ തന്നെ ഹൈബ്രിഡ് ഫുൾ മറ്റേ സ്ട്രോങ് ഹൈബ്രിഡ് മറ്റേ ടൊയോട്ടയുടെ എഞ്ചിൻ വരുന്നത്. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന അഡാസിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും എനിക്ക് അഡാസ് ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ വന്നത്. അപ്പം മൈലേജ് വൈസ് ഞാനിപ്പം ഹാപ്പിയാണ്. ചിലപ്പം ഇത് കൂടുതൽ കൂട്ടി കിട്ടിയാൽ കൊള്ളാമല്ലോ. നമ്മളും ബേസിക്കലി മലയാളികളാണ്, അത് ഞാൻ ഒരു കൊല്ലംകാരനും കൂടാണ്. അപ്പോൾ അതൊരു കാര്യം. ഓക്കെ, പിന്നെ ലൈറ്റ് നൈറ്റിൽ ഒരു രക്ഷയില്ല. എനിക്കിതിൻ്റെ LED മാറ്റേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, പക്കാ ലൈറ്റ് ഉണ്ട്. ഇപ്പം ഡിമ്മാണെങ്കിലും ബ്രൈറ്റ് ആണെങ്കിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനകത്ത് ലൈറ്റ് ഓൺ ഓഫ് പോലും ആക്കാറില്ല, ഓട്ടോയിലിട്ടൊക്കെയാണ്. രാത്രി ആകുമ്പോൾ തന്നെ കത്തും, വണ്ടി ഇല്ലാത്തപ്പോൾ തന്നെ ബ്രൈറ്റ് ആവും. ഐ ആം സോ മച്ച് ഹാപ്പി. അത് വറി ഫ്രീ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്, അതൊരു കാര്യം. പിന്നുള്ളത് സൗണ്ട് ക്വാളിറ്റി. ഓക്കെ, നമ്മുടെ വാക്ക് വിത്ത് നെഫ് എന്നുള്ള ചാനലിൽ ഞാനത് ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ഒട്ടും പോരാന്നുള്ളത്. ആക്ച്വലി അത് എനിക്ക് പറ്റിയൊരു തെറ്റാണ്. ഞാൻ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആമസോൺ മ്യൂസിക്കിനകത്തായിരുന്നു. ഞാൻ എൻ്റെ ബൈക്കിൽ ഹെൽമെറ്റിനകത്ത് മറ്റേ ബ്ലൂ ആർമറിൻ്റെ C30 എന്ന് പറഞ്ഞ ഇൻ്റർകോം കണക്ട് ചെയ്തിട്ടാണ് ഞാൻ മിക്കവാറും എല്ലാം ട്രാവലും ചെയ്യാറുള്ളത്. ഈവൻ ഓഫീസിലായപ്പോഴും. അപ്പോൾ അതിനകത്ത് വരുന്നത് JBLൻ്റെ സ്പീക്കേഴ്സാണ്. അപ്പോൾ ഞാൻ സ്ഥിരം പാട്ട് കേട്ടുകൊണ്ടിരുന്നത് ആക്ച്വലി ആമസോൺ മ്യൂസിക്കിൽ നിന്നായിരുന്നു. കാരണം എനിക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, മറ്റേ ആമസോൺ പ്രൈം എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. അപ്പം അത് വെച്ചിട്ടായിരുന്നു ആക്ച്വലി ആദ്യത്തെ ഒരു 3 ദിവസം ഞാൻ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ വർക്ക് ചെയ്യിപ്പിച്ചത്. അന്നേരമാണ് ആക്ച്വലി എനിക്ക് ഓഡിയോ ക്വാളിറ്റി എനിക്ക് അങ്ങോട്ട് ഭയങ്കര പൂറായിട്ട് എനിക്ക് ആക്ച്വലി തോന്നിയത്. ഓക്കെ, പക്ഷേ അതിനുശേഷം ഞാൻ നമ്മുടെ സ്പോട്ടിഫൈ ഇതിനകത്ത് ആക്ച്വലി പ്രിഫർ ചെയ്തേക്കുന്ന ഗാനയാണ് കേട്ടോ. ഞാൻ ഗാന ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ അത് മാറ്റിയിട്ട് ഞാൻ സ്പോട്ടിഫൈ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്കതിൻ്റെ ഡിഫറൻസ് വരുന്നത്. കാരണം അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്ന കണക്കത്തൊരു ഇമ്പാക്റ്റ് ഈ ഒരു സ്പീക്കേഴ്സിനകത്ത് ഉണ്ടെന്നുള്ളത് എനിക്ക് ആക്ച്വലി പിടികിട്ടുന്നത്. കാരണം അതുവരെ എനിക്ക് ഒരുമാതിരി ചത്തേന്ന് പറയുന്നൊരു ഒരു എക്സ്പീരിയൻസ് പെട്ടെന്ന് ഒരു പ്രീമിയം എക്സ്പീരിയൻസിലോട്ട് എനിക്ക് മാറി. അത് അവർ ആ ഹാർമൻ കാർഡിൻ്റെ സ്പീക്കറിന് ഇൻഫിനിറ്റി ബൈ ഹാർമൻ എന്ന് പറയുന്ന സാധനം ആക്ച്വലി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നിയത് ഈ സ്പോട്ടിഫൈയിലോട്ട് കണക്ട് ചെയ്ത്. അപ്പം വിക്ടോറിയസ് ഒക്കെ ഉള്ളവർ സ്പോട്ടിഫൈയോ അല്ലെങ്കിൽ ഗാന ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇവർ ആക്ച്വലി പ്രിഫർ ചെയ്യുന്നത് ഗാനയാണ്. ഓക്കെ, ആ ഒരു ഡോൾബി അറ്റ്മോസ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ പാട്ടും ആക്ച്വലി ഡോൾബി അറ്റ്മോസിൽ വർക്ക് ചെയ്യില്ല. ഡോൾബി അറ്റ്മോസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്, അതെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു റിച്ചർ എക്സ്പീരിയൻസ് കിട്ടും. അല്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ ആക്ച്വലി സ്പോട്ടിഫൈ ഉപയോഗിക്കുമ്പോൾ. ആമസോൺ മ്യൂസിക് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്ക് വലിയ ഒരു എക്സ്പീരിയൻസ് തോന്നിയിട്ടില്ല. ഞാൻ യൂട്യൂബ് മ്യൂസിക് ലൈക്ക് യൂട്യൂബിൻ്റെ പ്രീമിയം എടുത്തിട്ടില്ല, അതുകൊണ്ട് യൂട്യൂബ് മ്യൂസിക് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു അത് ട്രൈ ചെയ്യിക്കൊള്ളുമ്പം അതിനകത്താണ് കുറച്ചും കൂടെ ക്വാളിറ്റി വരുന്നത്. പക്ഷെ എന്തായാലും എനിക്ക് സ്പോട്ടിഫൈയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നത്. ഞാൻ ഇപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി സ്വിച്ച് ടു സ്പോട്ടിഫൈ ആണ്. പ്രീമിയം ഒന്നും എടുത്തില്ല. 2 മിനിറ്റ് ആഡല്ലേ, അത് ഞാനത് സഹിക്കുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി ചെക്ക്. പിന്നെ ലൈക്ക് ഇത് ആക്ച്വലി ഓട്ടിക്കുന്ന സമയത്ത് നമുക്കൊരു ബിഗ് കാർ യൂസ് ചെയ്യുന്നൊരു ഫീൽ എനിക്ക് ആക്ച്വലി കിട്ടുന്നുണ്ട്. സാധാരണ മറ്റേ ഞാൻ 800 എടുത്തുകൊണ്ട് സമയത്ത് ബാക്കിയുള്ളവരൊക്കെ ഒരുമാതിരി ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ആ ഒരു ഫീൽ എനിക്ക് എന്തായാലും വന്നില്ല. ആകെപ്പാടെ ബസ്സുകാരും ലോറിക്കാരും മാത്രമേ
എന്തെങ്കിലുമൊക്കെ ഒരു ഫിയർ തരുന്നതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല. ചിലവരുടെ ലൈക്ക് ഇതിനകത്ത് എനിക്ക് പ്രോപ്പർലി ആ ഒരു SUV ഫീൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അകത്തൊരു ക്യാബിൻ കംഫർട്ടും ആണെങ്കിലും ആ ഒരു ഫീൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് കാർ ഫീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തരുന്നുണ്ട്. അതിനകത്തൊന്നും വേറെ കാര്യമില്ല. പക്ഷേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ഹാൻഡ്ലിങ്ങിൻ്റെ സമയത്ത് ആ ഒരു ബിഗ് കാറിൻ്റെ ഫീലൊന്നും ഇല്ല കേട്ടോ. നോർമലി ഒരു സ്വിഫ്റ്റിൻ്റെ ഒക്കെ ഒരു ഫീൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിനകത്ത് നിന്ന്, അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പല സ്ഥലത്തും ചെല്ലുമ്പോഴൊക്കെ ഇതിൻ്റെ ആ ഒരു സസ്പെൻഷൻ ആണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഗട്ടറിൽ കൂടെ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഐ ഡോണ്ട് കെയർ മച്ച്. അത് ചുമ്മാ ചാടിയങ്ങ് പോയിക്കോളൂ. അതിനകത്ത് ഞാൻ മൈൻഡ് പോലും ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഒരു കാര്യം. ഞാൻ ആക്ച്വലി ഇഷ്യൂവിൽ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവരെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പം വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് ഗ്ലാസ് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ഈ വിൻഷീൽഡുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ നോക്കി ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചത്, എവിടെ നിന്നാണ് വരുന്നത്? 4 മൂലയ്ക്ക് ഞാൻ വല്ല ബീഡിയും എല്ലാം ഇളകിയിരിപ്പുണ്ടോ? സംഭവം വേറൊന്നുമല്ല, ഞാൻ എൻ്റെ സൺഗ്ലാസ് ഇതിനകത്ത് ഹോൾഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിടന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൺഗ്ലാസ് ഇടുന്നവരൊന്ന് ശ്രദ്ധിച്ചു, അതിനകത്തുനിന്ന് സൗണ്ട് കേൾക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാൻ ഒരു ചെറിയ തുണിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക്, ഇപ്പോൾ സൗണ്ട് കേൾക്കാതിരിക്കാനായിട്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ആക്ച്വലി ഞാൻ ഒന്ന് പേടിച്ചു വരുന്നു, കാരണം പുതിയ വണ്ടി ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ഇതാണല്ലോ. ഞാൻ വണ്ടി ഓട്ടിക്കുന്നു, ഫ്രണ്ട് ഗ്ലാസ് ഇങ്ങനെ നടന്ന് വൈബ്രേറ്റ് ചെയ്യും, എവിടുന്നോ ഒരു ടക്ക് 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 സൗണ്ടും കേൾക്കുന്നു ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്ന്. ഞാൻ തന്നെ ഇങ്ങനെ 4 മൂലയ്ക്ക് നോക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒരു കാര്യമായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇതുവരെയുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ്. അതിനകത്തല്ലാതെ ഞാൻ വേറെ കുറ്റങ്ങളും കുറവുകളൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ അഡാസിൻ്റെ ആയിട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ലൈക്ക് വാക്ക് വിത്ത് നെഫിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഇടത്തോട്ട് പിടിക്കുമ്പോഴത്തേക്ക് വലത്തോട്ട് പോകുന്നത് അത് എഡാസിൻ്റെ സ്വഭാവമാണ്. ആ ലൈൻ നോക്കി കീപ്പ് ചെയ്ത് പോകുക എന്നുള്ളത്. പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടാലേ അത് സമ്മതിക്കത്തുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നിതിൻ കഴിഞ്ഞ ദിവസം ഇത് കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു ഓഫ് ചെയ്തിരുന്നു. പക്ഷേ ഞാനത് ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ഒരു ഫോർ സേഫ്റ്റി പർപ്പസ് അത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ആരെങ്കിലും വന്ന് വട്ടം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചവിട്ടുമല്ലോ, ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഓഫ് ചെയ്യാത്തത്. അപ്പം അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു യൂസർ പെർസ്പെക്റ്റീവ്. അപ്പം എന്നെ കണ്ടിട്ട് കുറച്ച് പേര് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ഹാപ്പി ഫോർ യു ഗൈസ്. ഓക്കെ, അപ്പം പുതിയ വണ്ടികളുടെ റിവ്യൂസും കാര്യങ്ങളായിട്ട് നമുക്കിനിയും സ്ട്രോങ് ആയിട്ട് തിരിച്ച് യൂട്യൂബിലോട്ട് തിരിച്ചു പോകാം. കാരണം ഓഫീസിലെ കുറേ വർക്കുള്ളതുകൊണ്ടാണ് ഞാൻ, പിന്നെ കുറച്ച് മടിയുണ്ട് കേട്ടോ. ബേസിക്കലി അതാണ് മെയിൻ റീസൺ. അപ്പം മിക്കവാറും ഞാൻ ചിലപ്പോൾ സാറ്റർഡേസും സൺഡേസൊക്കെ മിക്കവാറും ചിലപ്പം എന്തെങ്കിലുമൊക്കെ വർക്ക് കാണും, ഓഫീസിലെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് മെയിൻലി യൂട്യൂബ് ചെയ്യാൻ ഒരു തടസ്സം വരുന്നത്. ഞാൻ ഇപ്പോൾ നാട്ടിലുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ. ഞാൻ ആക്ച്വലി ഇത് കുറച്ച് നാൾ മുന്നേ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചു. ചെയ്യാനായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഇടയ്ക്ക് വെച്ച് കുറച്ച് പേരുടെ അടുത്ത് പബ്ലിക്കായിട്ട് സംസാരിച്ചു. എനിക്കങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോയ്ക്ക് സംസാരിക്കുന്നതൊക്കെയല്ല, ഞാൻ എൻ്റെ അടുത്ത് ആക്ച്വലി നേരിട്ട് വന്ന് സംസാരിച്ച് ചിലപ്പം എനിക്ക് എന്തെങ്കിലും എന്ത് പറയണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ ആ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ആയിപ്പോയി. കാരണം ഞാൻ പിന്നെ കംപ്ലീറ്റ്ലി മൈൻഡ് ഔട്ടായിട്ട് ഞാൻ എടുത്ത വീഡിയോ അതാണ് എന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ആക്ച്വലി ഒരു വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വിക്ടോറിയസ് വെച്ചിട്ട്. ഇപ്പോൾ 2800 അടുപ്പിച്ചാവാറായി. എന്തായാലും നമുക്കിനി ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year ആകുമ്പോഴത്തേക്കും ഒരു ലോങ് ടേം റിവ്യൂ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ബാക്കി വണ്ടികൾ ഇനിയിപ്പം സിയറ കിടപ്പുണ്ട് നമുക്കിനി വരാനായിട്ട്. പിന്നെ ഏതൊക്കെ വണ്ടികൾ വരുന്നത്, നമുക്ക് പുതിയ സെൽറ്റോസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് TVS ആയിട്ട് കോൺടാക്ട് ചെയ്യുമായിരുന്നു. ആക്ച്വലി ബാംഗ്ലൂർ എനിക്ക് ആ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി കിട്ടിയില്ല. RTXൻ്റെ 300 നമുക്ക് അതിൻ്റെയും ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് ഈ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ആഴ്ചകളിലൊക്കെ കാണാം. പുതിയൊരു സ്ഥലം, പുതിയ കുറേ വണ്ടികൾ, പുതിയ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് കേൽവൻ ഡിസൈനിങ് ഓഫ്. ബൈ.